ഇന്നലെ അവളെ ഒരുപാട് തവണ വിളിക്കുന്നതിന്റെ ഏതൊരു സമയത്ത് റിങ് ചെയ്തു. പക്ഷെ ഞങ്ങൾ അത് വിശ്വസിച്ചില്ലായിരുന്നു. അവളെ സമാധാനിപ്പിക്കാണ്ട് ഞങ്ങൾ ഓക്കെ പറഞ്ഞു. പക്ഷെ ഇന്ന് ഒരു ഫുൾ റിങ് ചെയ്തു, പിന്നെ ഓഫ് ആയതാണ്. അപ്പൊ എന്റെ കുട്ടി എവിടെയെങ്കിലും അൺകോൺഷ്യസ് ആയിട്ടാണെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിൽ വൻ മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട മലയാളി യുവാവിനെ രക്ഷപ്പെടുത്താനാകാതെ NDRFും ഫയർഫോഴ്സും. GPS സംവിധാനം വഴി പരിശോധിക്കുമ്പോഴാണ് ഡ്രൈവറും ലോറിയും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നറിഞ്ഞത്. കോഴിക്കോട് സ്വദേശി അർജുനായിരുന്നു അപകടത്തിൽപ്പെട്ട ലോറിയുടെ ഡ്രൈവർ. അർജുൻ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് ഭാര്യയും കുടുംബവും ഉള്ളത്. ഫോൺ 2 തവണ റിംഗ് ചെയ്തത് കുടുംബത്തിന് പ്രതീക്ഷ നൽകുന്നുണ്ട്. നിലവിൽ സ്വിച്ച് ഓഫ് ആണ് ഫോൺ. അതേസമയം രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ഭാര്യയും സഹോദരിയും ആവശ്യപ്പെടുന്നത്. സേനാംഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് രംഗത്തുണ്ട് എങ്കിലും കനത്ത മഴ കാരണം ഈ ഭാഗത്തേക്ക് എത്താൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഈ ഭാഗത്തായി കുന്നിന്റെ ഒരു ഭാഗം മുഴുവൻ ഇടിഞ്ഞു താഴേക്ക് പോയ അവസ്ഥയാണ് നിലവിലുള്ളത്. അർജുന് 2 നമ്പറുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു നമ്പറിൽ നിന്ന് മിസ് കോൾ വന്നിരുന്നു. അത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. തൊട്ടു പിന്നാലെ വീണ്ടും ഒരു മിസ് കോൾ വന്നു എന്നാണ് കുടുംബം പറയുന്നത്. ഇത് കുടുംബത്തിന് അർജുൻ ജീവനോടെ ഉണ്ട് എന്ന് പ്രതീക്ഷ നൽകുകയാണ്. അർജുനെ തിരികെ കിട്ടുമെന്നാണ് ഈ കുടുംബം ഇപ്പോഴും പ്രത്യാശ വയ്ക്കുന്നത്. ഇന്നും കനത്ത മഴയാണ് ഈ ഭാഗത്ത് സാധ്യതയുള്ളത്. നിലവിൽ അഗ്നിരക്ഷാസേനയും NDRF സംഘവും രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. കർണാടക ഗതാഗത മന്ത്രി ടെലഫോണോട് ബന്ധപ്പെടുമെന്നാണ് KB ഗണേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അർജുനെ കാണാതായ വിവരം അറിയപ്പോൾ വൈകിയെന്നും ഗതാഗത മന്ത്രി വ്യക്തമാക്കി. ഈ സംഭവത്തെക്കുറിച്ച് കുടുംബം നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. അതിലേക്ക് പോവാം. കൃഷ്ണപ്രിയ, താങ്കളുടെ ഹസ്ബൻഡ് എന്നാണ് വീട്ടിൽ നിന്ന് ഈ സ്ഥലത്തോട്ട് പോയെന്നറിയാമോ? സ്ഥലത്തോട്ട് പോയത് കറക്റ്റ് ഡേറ്റ് എനിക്കറിയില്ല. ഒരു വീക്ക് മുന്നെയാണ് പോയത്. ഒരു വീക്ക് പുറത്തായിട്ടുണ്ട് പോയത്. അപ്പൊ 15-ാം തീയതി ലോഡ് എടുത്ത് വരുന്നതാണ്. കോഴിക്കോടേക്ക് വരുന്ന വണ്ടിയാണ്. അപ്പൊ 15-ാം തീയതി രാത്രി 16-ാം തീയതി രാവിലെ വരെ അവിടെ ഒരാളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. രാത്രി വിളിക്കുന്ന ഒരാളാണ് മറ്റു വണ്ടിക്കാരെ. അപ്പൊ 16-ാം തീയതി രാത്രി നാട്ടിലെത്താനുള്ള ഒരു വണ്ടിയാണത്. അപ്പൊ രാവിലെ 9 മണിക്ക് ശേഷമാണ് ഞങ്ങൾക്ക് സ്വിച്ച് ഓഫ് ആയിട്ട് കാണുന്നത്. വീട്ടിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചോണ്ട് നിന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ വിളിച്ചപ്പോ ഫോൺ റിങ് ചെയ്തു. ഇന്ന് രാവിലെ വിളിച്ചപ്പോഴും ഫോൺ റിങ് ചെയ്തു. അപ്പൊ ആൾ അതിന്റെ ഉള്ളിലുണ്ട്. അയാൾ ട്രൈ ചെയ്യുന്നുണ്ട് ഞങ്ങളെ ബന്ധപ്പെടാൻ. എന്നാണ് അവസാനമായിട്ട് ഫോണിൽ സംസാരിച്ചത്? 15-ാം തീയതി രാത്രിയാണ് ഞാൻ വിളിച്ചത്. പക്ഷെ 16-ാം തീയതി രാവിലെ വരെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട്. 3 മണി വരെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഉറങ്ങുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട്, ചായ ഒക്കെ കുടിച്ചിട്ട്. ഓക്കെ. ഇത് ഇപ്പൊ ഈ മണ്ണിലടിയിലായിട്ട് രക്ഷാപ്രവർത്തനത്തെ പറ്റി എന്തെങ്കിലും അറിയാൻ പറ്റുന്നുണ്ടോ? രക്ഷാപ്രവർത്തകർ ഞങ്ങൾ GPS ലൊക്കേഷൻ അവിടെയാണ് ഉള്ളത്. അപ്പോ ഞങ്ങളത് അവിടെയുള്ള ആൾക്കാരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് വണ്ടി അവിടെ ഉണ്ട് എന്ന്. GPS അവിടെ കാണിക്കുന്നത്. പക്ഷെ അവര് അങ്ങോട്ട് എത്തിപ്പെടുന്നില്ല. അവര് ഹൈവേ വണ്ടി ഗതാഗതം പുനരാരംഭിക്കുക എന്നുള്ളൊരു തീരുമാനമാണ് അവരെടുക്കുന്നത്. അല്ലാതെ താങ്കളുടെ ഹസ്ബൻഡിനെ രക്ഷിക്കാൻ ശ്രമിക്കാതെ അവര് റോഡ് മാർഗം വാഹനം കടത്തിവിടാൻ ശ്രമിക്കാനല്ലേ അവര്? ആണ്. സൈഡിലുള്ള മണ്ണുകൾ അവര് നീക്കുന്നില്ല. ഇപ്പോഴും ഫോണിലേക്ക് മിസ് കോൾ പോണുണ്ടോ? അവിടെയാണ് ഫോണിലേക്ക്. ഹലോ സർ, ഞാൻ അവരുടെ സിസ്റ്റർ ആണ്. ഇപ്പൊ എന്റെ ഹസ്ബൻഡും അനിയന്മാരൊക്കെ അവിടെ സ്പോട്ടിലുണ്ട്. അപ്പം ഇവര് നമ്മൾ ഭാരത് ബെൻസ് അതിന്റെ പുതിയ വണ്ടിയാണ്, കഴിഞ്ഞ വർഷം മേടിച്ചൊരു വണ്ടിയാണ്. ഭാരത് ബെൻസിന്റെ ലാണ് പോയത്. അപ്പൊ ഇന്നലെ നമ്മൾ അവിടെ അവരുടെ ഓണർ ഓഫീസിൽ പോയിട്ട് അതിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പം ഭാരത് ബെൻസിന്റെ ഓഫീസിൽ നിന്ന് ഇവർക്ക് കിട്ടിയ വിവരം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വൈകിട്ട് വരെ എഞ്ചിൻ ഓൺ ആയിരുന്നു. 50% ഫ്യൂവൽ അതിൽ ബാലൻസ് ഉണ്ട്. ഇന്ന് ബ്രദർ വിളിച്ചപ്പം അപ്പൊ അവൻ എവിടെയോ ഉണ്ട്, ഇപ്പോഴും സ്റ്റിൽ അലൈവ് ആണ്. നമുക്ക് അവൻ എത്രയും പെട്ടെന്ന് രക്ഷിക്കാന്നുള്ളത്. ഫോൺ ഇന്ന് റിങ് ചെയ്തിട്ടുണ്ട് സാർ. ഇന്ന് എന്റെ കസിൻ വിളിച്ചപ്പം അവൻ ഒന്ന് വെറുതെ ട്രൈ ചെയ്തപ്പോ ഫുൾ റിങ് ചെയ്ത് പിന്നെ ഓഫ് ആയി പോയി. പിന്നെ ഇപ്പൊ വിളിച്ചപ്പോ വീണ്ടും ഓഫാണ്. ഇന്നലെ അവളെ ഒരുപാട് തവണ വിളിക്കുന്നതിന്റെ ഏതൊരു സമയത്ത് റിങ് ചെയ്തു. പക്ഷെ ഞങ്ങൾ അത് വിശ്വസിച്ചില്ലായിരുന്നു. അവളെ സമാധാനിപ്പിക്കാണ്ട് ഞങ്ങൾ ഓക്കെ പറഞ്ഞു. പക്ഷെ ഇന്ന് ഒരു ഫുൾ റിങ് ചെയ്തു, പിന്നെ ഓഫ് ആയതാണ്. അപ്പൊ എന്റെ കുട്ടി എവിടെയെങ്കിലും അൺകോൺഷ്യസ് ആയിട്ടാണെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മണ്ണിന്റെ അടിയിൽ എവിടെയാന്ന് അറിയില്ല. സർക്കാരും അതിന് ശ്രമിക്കുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്ത.